ഇന്ന് സ്മാക്ഡൗൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് കിങ് കോഡി റോഡ്സ് റാൻഡി ഓട്ടൻ ഇവരുടെ സെഗ്മെന്റ് ആണ് നടന്നത്. അപ്പോൾ ഈ സെഗ്മെന്റിൽ എന്താണ് പറഞ്ഞത് എന്ന് നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിനെ പറ്റി പറയാം. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് ലൈവ് ഷോ ആയിരുന്നില്ല. അതായത് ഒരാഴ്ച മുൻപേ തന്നെ റെക്കോർഡ് ചെയ്ത ഷോയാണ് ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് സ്പോയിലർ ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ സ്മാക്ഡൗൺ വീണ്ടും 2 മണിക്കൂർ ഷോയാക്കി മാറ്റിയേക്കാണ്. അപ്പോൾ അതും ഒരു നല്ല കാര്യമായിട്ടാണ് തോന്നിയത്. അതുപോലെ ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് മൊത്തത്തിൽ നല്ല ഷോ ആയിട്ടാണ് മുന്നോട്ട് പോയത്. ഈ സെഗ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ കോഡി റോഡ്സ് പറയുന്നുണ്ട് കിങ് ഓഫ് ദ റിംഗ് വിൻ ചെയ്ത കാര്യത്തെ പറ്റിയും അതുപോലെ മുൻപ് കിങ് ആയിട്ടുള്ള റെസ്ലേഴ്സിനെ പറ്റിയെല്ലാം. എന്നിട്ട് കോഡി റോഡ്സ് പറയുന്നത് ജോൺ സീനയുടെ കൂടെ സമ്മർ സ്ലാമിൽ റെസൽമേനിയ റീമാച്ച് ചെയ്യാൻ പോകുന്ന കാര്യത്തെ പറ്റിയും ചാമ്പ്യൻഷിപ്പ് തിരികെ വിൻ ചെയ്യാൻ പോകുന്ന കാര്യത്തെ പറ്റിയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ അവിടെ റാൻഡി ഓട്ടൻ വരുന്നതായിട്ടും വന്നതിന് ശേഷം റാൻഡി ഓട്ടൻ കോഡി റോഡ്സിനോട് പറയുന്നുണ്ട് ആ ഒരു കിങ് ഓഫ് ദ റിംഗിന്റെ ഫൈനൽ മാച്ചിൽ അതുകൊണ്ട് നിന്നെ ഞാൻ പൊൺകിക്കെല്ലാം ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു, പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. നീ എന്നെ തോൽപ്പിച്ചുകൊണ്ട് കിങ് ഓഫ് ദ റിംഗ് വിൻ ചെയ്ത് കിങ് ആയി മാറി. ഇനി നീ ജോൺ സീനയെ പോയി സമ്മർ സ്ലാമിൽ തോൽപ്പിച്ച് ചാമ്പ്യൻഷിപ്പ് ഒക്കെ വിൻ ചെയ്യണം എന്നാണ് പറഞ്ഞത്. ശരിക്കും ഇങ്ങനെയല്ല, വേറെ ടൈപ്പിലാണ് റാൻഡി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് റാൻഡി ഓട്ടൻ കോഡി റോഡ്സിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് നമ്മുടെ ഡ്രൂ മാക്കിൻറ്റയർ റിട്ടേൺ ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു. അപ്പോൾ ഇതാണ് ഇവന്മാരുടെ പ്രശ്നം. അതായത് ഇതുപോലെ സർപ്രൈസ് ആയിട്ടുള്ള റിട്ടേൺസ് ഒക്കെ ടാപ്പ് ചെയ്ത ഷോയിൽ കൊണ്ടുവച്ച് നിറയെ സ്പോയിലർ ആക്കി വിടും. ഡ്രൂ മാക്കിൻറ്റയർ വന്നതിന് ശേഷം ഇവരെ രണ്ടുപേരെയും ഭയങ്കരമായി കളിയാക്കുന്നുണ്ട്. അതുപോലെ റാൻഡി ഓട്ടൻ കോഡി റോഡ്സ് ഇവരെ രണ്ടുപേരെയും തമ്മിൽ തെറ്റിപ്പിക്കാനും ഡ്രൂ മാക്കിൻറ്റയർ നോക്കുന്നുണ്ട്. അതായത് റാൻഡി ഓട്ടനോട് പറയുന്നത് കോഡി റോഡ്സ് നിന്നെ കിങ് ഓഫ് ദ റിംഗിൽ ജയിച്ചത് നിനക്ക് ബാക്ക് ഇഞ്ചുറി സംഭവിച്ചത് ടാർഗറ്റ് ചെയ്താണ് അവൻ നിന്നെ തോൽപ്പിച്ചത്, ഈ ഒരു ടൈപ്പിലൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ റാൻഡി ഓട്ടൻ മൊത്തത്തിൽ ഇപ്പോൾ ഇല്ലാതെയായി എന്നും റാൻഡി ഓട്ടന്റെ ആവശ്യമൊന്നും ഇവിടെ ഇല്ല എന്ന ടൈപ്പിലൊക്കെയാണ് പറഞ്ഞത്. പിന്നീട് കോഡി റോഡ്സിനോട് പറയുന്നത് നീ ജോൺ സീനയെ സമ്മർ സ്ലാമിൽ തോൽപ്പിച്ചു കഴിഞ്ഞാൽ നിന്റെ കൂടെ ഞാനാണ് മാച്ച് ചെയ്യാൻ പോകുന്നത്. നമ്മൾക്ക് തമ്മിൽ നടക്കാതെ പോയ ആ മാച്ച് അപ്പോൾ നമ്മൾക്ക് വെക്കാം എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ റാൻഡി ഓട്ടൻ ഡ്രൂ മാക്കിൻറ്റയറിനെ ഒരു ആർക്കിയോ കൊടുത്തുകൊണ്ട് ഈ സെഗ്മെന്റ് മൊത്തത്തിൽ അവസാനിപ്പിച്ചു. ശേഷം കോഡി റോഡ്സിനെ ഒന്ന് നോക്കി പോകുന്നതായിട്ട് കാണിച്ചിരുന്നു. അതായത് നീ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തിട്ട് നിന്നെ പിന്നെ കാണാം എന്ന ടൈപ്പില്. അപ്പോൾ ഈ സെഗ്മെന്റ് മൊത്തത്തിൽ നല്ല സെഗ്മെന്റ് ആയിട്ടാണ് തോന്നിയത്. പിന്നീട് ബാക്ക് സ്റ്റേജിൽ ഡ്രൂ മാക്കിൻറ്റയർ റാൻഡി ഓട്ടന്റെ കൂടെ മാച്ച് വേണം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം മാച്ച് തരാൻ പറ്റില്ല എന്നും സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിൽ ആ മാച്ച് വെക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിൽ റാൻഡി ഓട്ടൻ വേഴ്സസ് ഡ്രൂ മാക്കിൻറ്റയർ ഇവരുടെ മാച്ച് കൺഫേം ചെയ്തു. അതുപോലെ വീണ്ടും ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ ഷാർലറ്റ് ഫ്ലെയറും നിക്ക് ആൾഡിൻസും സംസാരിക്കുന്ന സമയത്ത് നിക്ക് ആൾഡിൻസ് പറയുന്നുണ്ട് ഷാർലറ്റ് ഫ്ലെയറിന് എവല്യൂഷനിൽ ഒരു ടാഗ് ടീം മാച്ച് കൊടുക്കാമെന്ന്. അതായത് ഇപ്പോൾ ഒരു ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന്റെ നമ്പർ 1 കണ്ടൻഡർ മാച്ച് തരാം, അത് വിൻ ചെയ്ത് കഴിഞ്ഞാൽ എവല്യൂഷനിൽ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചിലേക്ക് ആഡ് ചെയ്യാമെന്ന്. അപ്പോൾ ആരാണ് ടാഗ് ടീം പാർട്ട്ണർ എന്നൊക്കെ ചോദിക്കുമ്പോൾ അലക്സ ബ്ലസ് ആണ് വന്നത്. അപ്പോൾ ആദ്യം ഷാർലറ്റ് സപ്പോർട്ട് ചെയ്യാത്ത പോലെ, അതായത് ഇഷ്ടപ്പെടാത്തത് പോലെയെല്ലാം കാണിച്ചു എങ്കിലും അവസാനം ഓക്കെ പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിൽ ടീം ആവുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. പിന്നീട് വുമൺസിന്റെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിനുള്ള നമ്പർ 1 കണ്ടൻഡർ മാച്ച്, ഈ മാച്ച് നടന്നത് ബി ഫാബ് ആൻഡ് മിച്ചിൻ വേഴ്സസ് ഷാർലറ്റ് ഫ്ലെയർ ആൻഡ് അലക്സ ബ്ലസ് വേഴ്സസ് സൂപ്പർ നിവിൻ ആൻഡ് ആൽബ ഫയർ, ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. മാച്ചിന്റെ ക്ലൈമാക്സ് ആണ് എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടത്. അത് ഷാർലറ്റ് മൂൺസോൾട്ടും അതുപോലെ തന്നെ അലക്സ ബ്ലസിന്റെ ഫിനിഷറും ചെയ്ത് ആൽബ ഫയറിനെ പിൻ ചെയ്ത് ഈ മാച്ചിൽ അലക്സ ബ്ലസ് ആൻഡ് ഷാർലറ്റ് ഇവരാണ് വിൻ ചെയ്ത് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചിന് ആഡ് ആയത്. അപ്പോൾ ഇവര് വീണ്ടും ഒന്നിച്ചപ്പോൾ ഒരു പ്രത്യേക ഫീലാണ് വന്നത്. പിന്നീട് ബാക്ക് സ്റ്റേജിൽ സ്മാക്ഡൗൺ ടാഗ് ടീം റെസ്ലേഴ്സ് എല്ലാം പ്രശ്നമുണ്ടാക്കുന്നതായിട്ടും അതേസമയം നിക്ക് ആൾഡിൻസ് ഒരു മാച്ച് എല്ലാം കൺഫേം ചെയ്തു. ആക്സിയോം ആൻഡ് നേതൻ പ്രൈസർ വേഴ്സസ് ആൻഡ്രേഡ് ആൻഡ് റേ ഫിനിക്സ്, ഇവർക്കൊരു ടാഗ് ടീം മാച്ചും അതുപോലെ വൈറ്റ് 6 ടീമുമായിട്ട് ഒരു 8-man ടാഗ് ടീം മാച്ചും കൺഫേം ചെയ്തു. പിന്നീട് ആ ഒരു 8-man ടാഗ് ടീം മാച്ചാണ് നടന്നത്. വയറ്റ് 6 വേഴ്സസ് ടാഗ് ടീം ചാമ്പ്യനായ മോണ്ടക്സ് ഫോർട്ട്, ജോണി ഗർഗനോ, ക്രിസ് സേബിയൻസ്, അതുപോലെ ട്രിപ്പിൾ ടാഗ് ടീം ചാമ്പ്യനായ ഹുംബർട്ടോ, ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. എന്നാൽ ഈ മാച്ചിന്റെ അവസാനത്തിൽ ഒരു വലിയ ചതി ഉണ്ടായിരുന്നു. അതായത് ക്രിസ് സേബിൻ മാച്ചിന്റെ അവസാനം ടാഗ് ചെയ്യാൻ നോക്കിയ സമയത്ത് ജോണി ഗർഗനെ പറ്റിച്ചുകൊണ്ട് റിങ്ങിൽ നിന്നും താഴേക്ക് ഇറങ്ങിപ്പോയി. ശേഷം ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് വയറ്റ് 6 ടീമാണ് ഈ മാച്ച് വിൻ ചെയ്തത്.
പിന്നീട് വുമൺസ് ചാമ്പ്യൻ ടിഫനി സ്റ്റാറ്റന്റെ സെഗ്മെന്റ്. അപ്പോൾ ഈ സെഗ്മെന്റിൽ ടിഫനി സ്റ്റാറ്റൻ വന്ന് പറഞ്ഞത് എവല്യൂഷനിൽ തന്റെ ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കാൻ പോകുന്ന റെസ്ലറെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ആ സമയം അവിടെ കിങ് ജേഡ് കാർഗിൽ വന്നുകൊണ്ട് ഇവർക്കൊരു ചെറിയ സെഗ്മെന്റ് പോയി, അതായത് ഇവരുടെ സമ്മർസ്ലാം മാച്ചിനെ പറ്റി. പിന്നീട് ടിഫനി സ്റ്റാറ്റൻ പറയുന്നുണ്ട്, അതിനേക്കാൾ മുൻപായിട്ട് എവല്യൂഷനിൽ എനിക്ക് മാച്ചുണ്ട്, ആ മാച്ച് നടക്കാൻ പോകുന്നത് WWE ലെജൻഡ് ആയിട്ടുള്ള ട്രിഷ് സ്ട്രാറ്റസിന്റെ കൂടെയാണ് എന്ന്. ശേഷം ട്രിഷ് സ്ട്രാറ്റസ് റിട്ടേൺ ചെയ്തുകൊണ്ട് ഇവർക്ക് തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പ് മാച്ചും കൺഫേം ചെയ്തു. അപ്പോൾ ഇതാണ് ഈ സെഗ്മെന്റിൽ നടന്നത്. പിന്നീട് ബാക്ക് സ്റ്റേജിൽ വെച്ചുകൊണ്ട് നയോമി ജേഡ് കാർഗിലിനെ മണി ഇൻ ദി ബാങ്ക് വെച്ച് അറ്റാക്ക് ചെയ്ത് ഇവർക്കും എവല്യൂഷനിൽ ഒരു മാച്ച് കൺഫേം ചെയ്തു. ഇതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല, എന്നാലും കൺഫേം ചെയ്തു. അതിനുശേഷം ഇന്നത്തെ സ്മാക്ക് ഡൗൺ വേറെ ലെവലാക്കിയ ടാഗ് ടീം മാച്ച് നേതൻ പ്രൈസൺ ആൻഡ് ആക്സിയം ഫോഴ്സസ് റേ ഫിനിക്സ് ആൻഡ് അൺഡ്രൈഡ്, ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. നല്ല അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. 4 പേരുടെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ട്. മാച്ചിന്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ റേ ഫീനിക്സ് റിങ്ങിന് പുറത്ത് നിൽക്കുന്ന ആക്സിയമിന്റെ മേലേക്ക് ജമ്പ് ചെയ്ത് അറ്റാക്ക് ചെയ്തു. അതേസമയം അൺഡ്രൈഡ് മെസ്സേജ് ഫിനിഷർ യൂസ് ചെയ്ത് നേതൻ പ്രൈസറിനെ പിൻ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ അൺഡ്രൈഡ് ആൻഡ് റേ ഫീനിക്സ് ഇവരാണ് വിൻ ചെയ്തത്. അവസാനം സ്മാക്ക് ഡൗൺ എപ്പിസോഡ് മെയിൻ ഇവന്റായി നടന്നത് ടാഗ് ടീം മാച്ചാണ്. ജേക്കബ് ഫാർട്ട് ആൻഡ് ജിമ്മി ഉസോ വേഴ്സസ് യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻ സോളോ സിക്കാവ ആൻഡ് ജെസി മാറ്റിയോ, ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചും നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. അപ്പോൾ ഈ മാച്ചിന്റെ അവസാനത്തിൽ എന്തായാലും സോളോ സിക്കാവ ഇവരെ അറ്റാക്ക് ചെയ്യുമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ മാച്ചിന്റെ അവസാനം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ജേക്കബ് ഫാട്ടു സോളോ സിക്കാവയ്ക്ക് മോൺസോൾട്ട് എല്ലാം കൊടുത്തുകൊണ്ട് പിൻ ചെയ്ത് ഈ മാച്ചിൽ ജേക്കബ് ഫാട്ടു ആണ് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷമാണ് അവിടെ ടോങ്കയെല്ലാം വന്നുകൊണ്ട് അറ്റാക്ക് ചെയ്തു. ശേഷം അനൗൺസ് ടേബിളിന്റെ മുകളിലേക്ക് ജേക്കബ് ഫാട്ടുവിനെ എടുത്തടിച്ചുകൊണ്ട് സ്മാക്ക് ഡൗൺ എപ്പിസോഡ് എൻഡ് കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് സ്മാക്ക് ഡൗണിൽ സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ഇവരുടെ സ്റ്റോറി ലൈൻ ഇപ്പോൾ അടിപൊളിയായിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം, മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.